അപ്പം കമ്മിങ് ടു ദ ടുഡേയ്സ് ടോപ്പിക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു സ്റ്റോപ്പ് നെഗറ്റീവ് തിങ്കിങ് എന്നുള്ളതാണ്. എക്സ്ക്യൂസ് മീ. ഓക്കെ. നെഗറ്റീവ് തിങ്കിങ് ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ്. എങ്ങനെ ഈ നെഗറ്റീവ് തിങ്കിങ്ങിനെ, നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ എങ്ങനെ എക്സ്ക്യൂസ് മീ ഓക്കെ ഓക്കെ എങ്ങനെ നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ ഓവർകം ചെയ്യണം എന്നുള്ളത് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ദർ ഇസ് നോ എങ്ങനെ തിങ്കിങ് ലൈക്ക് ക്ലാസിഫൈങ് നെഗറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ക്ലാസിഫൈങ് തിങ്കിങ് ആസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ വെച്ചാല് നമ്മളെ തിങ്കിങ് എന്ന് പറയുന്നത്, നമ്മളെ തോട്ട്സ് എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് ആയിട്ടോ നെഗറ്റീവ് ആയിട്ടോ അല്ല നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്തത്. തോട്ട്സ് എന്ന് പറയുന്നത് നമ്മളിൽ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഈ തോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടോ പോസിറ്റീവ് ആയിട്ടോ വേർതിരിക്കുക അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യുക എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ടാൾക്കാര് നല്ല തണുപ്പുള്ള ഒരു പ്രദേശത്തേക്ക് പോയി. ഓക്കെ. ഈ തണുപ്പുള്ള പ്രദേശത്തേക്ക് പോയപ്പം രണ്ടാളും ഈ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത് തണുപ്പ്. തണുപ്പ് പ്രദേശത്ത് പോവാനും അത് ആസ്വദിക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ആൾക്കാണെങ്കിൽ തണുപ്പ് തീരെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എങ്ങനെ ആ സ്ഥലം കാണാൻ ഉള്ള പൂതി കൊണ്ട് അവർ പോയതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ കാശ്മീർ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ കാശ്മീർ എന്ന സ്ഥലം കാണാനുള്ള പൂതി കൊണ്ട് അവർ അവിടെ എത്തിപ്പെട്ടതാണ്. പക്ഷെ ഇവർക്കാണെങ്കിൽ തണുപ്പ് തീരെ സഹിക്കാനും പറ്റില്ല. അപ്പൊ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ഒരാള് എന്ന് പറയുന്നത് തണുപ്പ് കുഴപ്പമില്ലാത്ത ഒരാൾക്കാരാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആ സ്ഥലത്ത് പോകുന്നു, തണുപ്പ് ആസ്വദിക്കുന്നു, കാഴ്ചകൾ കാണുന്നു, യാത്ര ആസ്വദിക്കുന്നു, എല്ലാം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി മൊമെന്റ്സ് ആണ്. എന്നാൽ മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം തണുപ്പ് ഇവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തണുപ്പ് മൂലമുള്ള എല്ലാ പ്രശ്നങ്ങളും അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഈ കാശ്മീർ പോയി വന്ന ഇവരോട് നമ്മൾ ചോദിക്കാണ്, ഇവരോട് രണ്ടാളോട് നമ്മൾ ചോദിക്കാണ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ ട്രിപ്പ്, ഹൗ വാസ് കാശ്മീർ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അറിയാം രണ്ട് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഒരാൾ പറയും ഓ കാശ്മീർ പോവേണ്ട സ്ഥലമാണ്, ഭയങ്കര രസമാണ്, അവിടുത്തെ തണുപ്പിലൊക്കെ ജീവിക്കാന്ന് പറഞ്ഞാൽ എന്ത് സുഖാണല്ലേ എന്ന് പറയും. മറ്റേ ആള് നേരെ തിരിച്ചിട്ടും പറയാം സ്ഥലമൊക്കെ കാണാൻ ഭയങ്കര രസമാണ് പക്ഷെ അവിടെ നിൽക്കാൻ കഴിയില്ല, ഓടിപ്പോവും എന്ന് പറയും. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് പോയ സ്ഥലം ഒന്നാണ്, കണ്ട കാഴ്ചകൾ ഒന്നാണ്, എല്ലാം ഒന്നാണ്. പക്ഷെ ഇവർക്ക് ഫീൽ ചെയ്തത് വളരെ ഡിഫറെന്റ് ആണ്. ഇവർ ഫീൽ ചെയ്തത് ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവിലൂടെയാണ് അവർ ആ കാര്യത്തെ കണ്ടത് എന്നുള്ളതാണ്. സോ ഇതുപോലെ തന്നെയാണ് നമ്മളെ തോട്ട്സും എന്ന് പറയുന്നത്. തോട്ട്സ് എല്ലാവരിലും ഉണ്ട്. ചിന്തകൾ നല്ലതായിക്കോട്ടെ ചീത്തതായിക്കോട്ടെ ചിന്തകളായിട്ട് നമ്മുടെ എല്ലാവരുടെ മനസ്സിലൂടെ കുറേ ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരാളെ നമ്മൾ എടുത്തു നോക്കിയാൽ ഓൾമോസ്റ്റ് 35 to 70 തോട്ട്സോളം പെർ ഡേ ചിന്തകൾ ഒരാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ചിന്തകളെ നമ്മൾ പിന്നെ ക്ലാസിഫൈ ചെയ്യാൻ പോയാൽ അത് നടക്കുന്ന കാര്യമില്ല. ഈ ചിന്തകളെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാക്കി തീർക്കുന്നത് നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, നമ്മൾ എങ്ങനെയാണ് അതിനെ ഫീൽ ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ്. നേരത്തെ പറഞ്ഞ പോലെ കാശ്മീരിൽ പോയപ്പോൾ അവർക്ക് എന്താണോ ഫീൽ ചെയ്തത്, അവരെങ്ങനെയാണോ അതിനെ ആസ്വദിച്ചത്, അതാണ് അവരുടെ ഔട്ട്കം അല്ലെങ്കിൽ അതാണ് അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇതേപോലെയാണ് നമ്മളെ മനസ്സിലൂടെ പോകുന്ന ചിന്തകളും എന്ന് പറയുന്നത്. നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ നമ്മൾ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, എങ്ങനെ ഫീൽ ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ കൊടുക്കുന്നത്. ഇപ്പോ നമ്മളെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾക്ക് നമ്മൾ ഒരു ഫീലിങ്സും കൊടുക്കുന്നില്ല, അത് വെറും ചിന്ത പോട്ടടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ നോക്കി കാണുന്നതെങ്കിൽ ആ ചിന്തക്ക് യാതൊരു പവറും ഇല്ല. അപ്പൊ നമ്മളെ തളർത്താൻ പറ്റുന്ന ഒരു ചിന്തയാണ് വരുന്നത് എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരാൾ പറയാണ്, ഒരാള് ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചപ്പോൾ അയാൾക്ക് ക്യാൻസർ ആണെന്ന് മനസ്സിലായി. അപ്പം ക്യാൻസർ ആണ് എന്ന് അറിഞ്ഞ നിമിഷം അയാളിൽ എന്താണ് സംഭവിച്ചത്? അയാൾക്ക് ഭയങ്കര ആങ്സൈറ്റി വന്നു, പിന്നെ ഫിയർ ആയി, പേടി വന്നു, ഞാൻ മരിച്ചു പോകുമെന്നുള്ള പേടിയൊക്കെ വന്നപ്പോൾ ആ ക്യാൻസർ ആണ് എന്നുള്ള ആ ക്യാൻസർ എന്ന ചിന്തയിൽ വെച്ചിട്ട് അയാൾ ഒരുപാട് ചിന്തിച്ചു.
ഇനി എന്റെ ജീവിതം എങ്ങനെയാവും, എനിക്ക് ഇനി ആയുസ് ഉണ്ടാവും, എന്റെ മക്കളുടെ ഗതി എന്താവും, എന്റെ ഭാര്യനെ ആര് നോക്കും, എന്റെ കുടുംബത്തിനെ ആര് നോക്കും എന്നുള്ള പല 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 ചിന്തകൾ അയാളിലൂടെ പോയി. അപ്പൊ ഈ ഒരൊറ്റ വേർഡാണ്, ഈ ഒരൊറ്റ ഡയഗ്നോസിസ് റിപ്പോർട്ടാണ് അയാൾ ഇത്രയും നെഗറ്റീവ് ചിന്തകൾ. എന്നാൽ വേറൊരു വ്യക്തിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ക്യാൻസർ ആണ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി അത് രണ്ട് കൈയും നീട്ടിയിട്ട് ആ, ആ, പിന്നെന്താണ്, ഓക്കെ, ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരേ കാര്യം തന്നെ രണ്ടാളും രണ്ട് രീതിയിലാണ് എടുത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ രണ്ട് രീതിയിലാണ് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഒരാളിൽ വല്ലാതെ ചിന്തകൾ കടന്നുകൂടിയപ്പോ മറ്റേ ആളില് ഓക്കെ അത് ആക്സെപ്റ്റ് ചെയ്തപ്പോൾ അയാളിൽ യാതൊരു വിധമുള്ള നെഗറ്റീവ് തോട്ട്സും വന്നില്ല. സോ നമ്മളിൽ കടന്നു പോകുന്ന ചിന്തകൾക്ക് നമ്മൾ എന്ത് ഫീലിങ്സ് കൊടുക്കുന്നു, ദാറ്റ് ഫീലിങ്സ് ഗിവ് ദി പവർ ടു അവർ തോട്ട്സ്. അപ്പൊ നമ്മൾ നല്ല ഫീലിങ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ പോസിറ്റീവ് തോട്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ നെഗറ്റീവ് തോട്ട്സിന്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണോ അതിനെ നോക്കിക്കാണുന്നത്, നമ്മൾ എങ്ങനെയാണോ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണോ അതിനെ കൈകാര്യം ചെയ്യുന്നത്, അതനുസരിച്ചിട്ടാണ് നമ്മളെ ചിന്തകളിൽ പോസിറ്റീവ് എന്ന വേർതിരിവും നെഗറ്റീവ് എന്ന വേർതിരിവും ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മളാണ് ചിന്തകളെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത്. അല്ലാതെ നമ്മളിലേക്ക് വരുന്ന ചിന്തകൾ, ഇത് പോസിറ്റീവ് ചിന്തയാണ്, ഇത് ഇതിലൂടെ പോട്ടെ, ഇത് നെഗറ്റീവ് ചിന്തയാണ്, എന്നാ ഇത് ഇതിലൂടെ പോട്ടെ എന്നുള്ള രീതിയിലല്ല ഒരിക്കലും നമ്മളെ മനസ്സിലൂടെ ചിന്തകൾ കടന്നുകൂടുക. അത് നമ്മൾ കൊടുക്കുന്ന ഫീലിങ്സ് ആണ് ഈ ചിന്തകളെ പോസിറ്റീവും നെഗറ്റീവും ആക്കി മാറ്റുക. ഒരു മനുഷ്യനെ എടുത്ത് നോക്കുമ്പോൾ ഹിസ് എ തിങ്കിങ് മെഷീനാണ്. നമുക്ക് ഒരിക്കലും ചിന്തിക്കാതെ ജീവിക്കാൻ പറ്റില്ല, നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ പറയാണ്, നിങ്ങളൊരു മുതലനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ചിന്ത അവിടേക്ക് പോകും. മുതലനെയും ചിന്തിക്കും, മുതല നിൽക്കുന്ന കുളത്തിനെയും ചിന്തിക്കും. സാധാരണ നമ്മൾ മുതല കാണുന്നത് ഒരു സൂലായിരിക്കും, ആ സൂവും നമ്മൾ ചിന്തിച്ചിട്ടും. അപ്പൊ സൂല് വെച്ചിട്ടുള്ള ഇമേജ് ആണ് നമ്മളിലേക്ക് വരുന്നെങ്കിൽ, നമ്മൾ ഒറ്റക്കല്ലല്ലോ സൂല് പോവുക, നമ്മുടെ കുടുംബക്കാരെയും കൂട്ടി അല്ലെങ്കിൽ നമ്മളെ ഫാമിലി, കുട്ടികള്, ഭർത്താവ് എല്ലാവരും ഉണ്ടാവും. ഈ മൊത്തം ഇമേജ് ചിലപ്പോൾ ഒരു പക്ഷെ വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കരുത് എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് നമ്മൾ എത്ര വാശി പിടിച്ചാലും ആണായിട്ട് നിന്നാലും ആ ചിന്തകൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വരും എന്നുള്ളത്. അപ്പൊ ഈ ചിന്തകളെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോഴ്സ് ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. ചിന്തകളെ നമുക്ക് ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. എനിക്ക് ഈ ചിന്ത വേണ്ട, എനിക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ എത്രത്തോളം അതിനെക്കുറിച്ച് അവോയ്ഡ് ചെയ്യുന്നു അത്രയും ഗ്രേറ്റർ ഫോഴ്സിൽ അത് നമ്മളിലേക്ക് തന്നെ കടന്നു വരും എന്നുള്ളതാണ്. അപ്പൊ ചിന്തകളെ ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഓപ്ഷനേ അല്ല. ചിലർ പറയും ഈ നെഗറ്റീവ് തിങ്കിങ് വരുമ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി. നെഗറ്റീവ് തിങ്കിങ് വരുമ്പോൾ പോസിറ്റീവ്, അതെങ്ങനെയാ നടക്കുക? അത് അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് വെറും ആ ഒരു നിമിഷത്തേക്കുള്ള പ്രതിവിധി മാത്രമാണ് ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കര പ്രശ്നമാണ്, ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ്, ഫിയർ തോട്ടാണ്, വല്ലാതെ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാല് ഇയാൾക്ക് വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഹസ്ബൻഡിനും ഒരു കുഴപ്പമില്ല. പക്ഷെ ഹസ്ബൻഡ് വീട് വിട്ട് ഓഫീസിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആള് ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചു നോക്കും, നിങ്ങൾ എവിടെ എത്തി, എന്തായി കാര്യങ്ങൾ, സേഫ് ആയിട്ട് എത്തിയോ എന്ന്. പക്ഷെ ആദ്യത്തെ വിളിയിൽ കിട്ടിയില്ലെങ്കിൽ ഓക്കെ, ഇനി ചാൻസ് ഉണ്ടല്ലോ രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കാം. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും കിട്ടിയിട്ടില്ലെങ്കിൽ ആൾക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ആളില് അറിയാതെ എങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വരും. ആള് പറയുന്നുണ്ട്, പിന്നെന്താണ്, എനിക്കറിയാം ഞാൻ എത്ര ചിന്തിച്ച് വഷളാക്കേണ്ട ആവശ്യമില്ല, എത്ര ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അത് എൻ്റെ ഒരു കുഴപ്പമാണ് എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, വല്ലാതെ വരും. ആള് ഓഫീസിൽ എത്തിയോ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പറ്റിയോ, ആൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇങ്ങനത്തെ ചിന്തകൾ ഇങ്ങനെ വല്ലാതെ മനസ്സിലൂടെ ഇങ്ങനെ റഷ് ചെയ്ത് വരും. അപ്പൊ ഈ ചിന്തകൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്ന് മാത്രം ആൾക്കറിയുന്നില്ല. അപ്പൊ ഇയാളിത് പറയുമ്പോ എല്ലാരും പറയുന്നത്, നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ഇത് ചിന്തിക്കുന്നത്, അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നിനക്കറിയാലോ ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ ഈ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഹസ്ബൻഡിലുള്ള ഓഫീസിലുള്ള ബാക്കി ഹസ്ബൻഡിന്റെ കൊളീഗ്സിനെ വിളിച്ചു പോകും. ആളെത്തിക്കോ, ആൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, വേറെ എന്ത് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ഒന്ന് കേട്ട് സമാധാനമായാലേ പിന്നെ ആൾക്കൊരു എന്താ പറയാ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. അപ്പം ഈ നെഗറ്റീവ് തോട്ട്സ് വരുന്നത്, അവള് പറയുന്നത് എന്താ വെച്ചാല്, ഇറ്റ് ഈസ് അൺകൺട്രോളബിൾ. എന്റെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല. ഇതാണ് നമ്മളെ തിങ്കിങ്ങിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈവൻ ഇൻ മെഡിറ്റേഷനിൽ പോലും പലപ്പോഴും പറയലുണ്ട്, മെഡിറ്റേഷൻ എന്തിനാ വെച്ചാൽ നമ്മുടെ ചിന്തകളുടെ റേറ്റ് ഒക്കെ ഒന്ന് കുറച്ച് നമ്മുടെ മൈൻഡ്ഫുൾനെസ് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഒഴിവാക്കി നമുക്കൊന്ന് ഫ്രഷ് അപ്പ് ചെയ്യാനൊക്കെയാണ്.
പ്രത്യേകിച്ചും നമ്മൾ ബിഗിനേഴ്സ് ഒക്കെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, എനിക്ക് എന്റെ ചിന്തകളൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് ചിന്തകൾ, നിങ്ങൾ ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇതിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസിലൂടെ പോകൂ എന്ന് പറയുമ്പോൾ അവരുടെ ചിന്തകൾ അവർക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കടന്നു പോവാം. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ചിന്തകളെ നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഈ നല്ല ചിന്തകളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണമെങ്കിൽ, അല്ലെങ്കിൽ ആ ചിന്തകളെ നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് അതിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്ത് എടുക്കണമെങ്കിൽ വി ഹാവ് ടു ട്രെയിൻ അവർ മൈൻഡ്. നമ്മുടെ മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്താൽ മാത്രമേ നമുക്കിത് സാധ്യമാവൂ എന്നുള്ളതാണ്. അപ്പം ഈ ട്രെയിൻ ചെയ്യാത്ത ആൾക്കാരിൽ ഒരുപാട് തോട്ട്സ് ഇങ്ങനെ റഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് അസുഖമാണോ എന്ന് ചോദിച്ചാൽ അസുഖമാണ്. ബട്ട് നമ്മൾ അവെയർ ആയാൽ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ ഈ നേരത്തെ പറഞ്ഞ കേസ് പോലെ നമ്മൾ വല്ലാതെ ഇപ്പൊ എനിക്കൊരു നെഗറ്റീവ് തിങ്ക് ഉണ്ട്, അതിന്റെ നെക്സ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ വല്ലാതെ പോസിറ്റീവ് തോട്ട്സ് നമ്മൾ അടിച്ചേൽപ്പിച്ചാൽ അതിനെ നമ്മൾ എന്താ പറയാ, ടോക്സിക് പോസിറ്റിവിറ്റി എന്നാണ് പറയാ. ടോക്സിക് പോസിറ്റിവിറ്റി. ഒരിക്കലും നമുക്ക് ഒരു നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ പോസിറ്റീവ്സ് കൊണ്ട്, ജസ്റ്റ് ഓപ്പോസിറ്റ് തോട്ട്സ് കൊണ്ട് നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും നമുക്ക് അതിൽ നിന്നും രക്ഷപ്പെട്ടു വരാൻ പറ്റില്ല. എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളെ പറമ്പില്, നമ്മളെ വീട്, നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ട് എന്ന് വിചാരിച്ചോ. ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമുക്ക് ഒഴിവാക്കണം. ആ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ ഒന്നെങ്കിൽ നമുക്കത് കത്തിക്കാം, അതല്ലെങ്കിൽ ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ പഞ്ചായത്ത് വകുപ്പ് ഇപ്പൊ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുത്ത് ഒഴിവാക്കാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെ എടുത്ത് കൊടുക്കാത്ത ആൾക്കാർ ഈ പറമ്പിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യം അവിടെ വെച്ചിട്ട് അതിന്റെ മേലെ അവർ കാണാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മണ്ണിട്ട് മൂടി വെച്ചാന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ പറയാണ് ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെ തിരിച്ചയക്കുമ്പോൾ ആക്ച്വലി ആ മണ്ണൊന്ന് നീങ്ങിപ്പോയാൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്താവും, പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ ഒഴിവാക്കി അതിനെ പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ പോസിറ്റീവ് അഫർമേഷൻ കൊണ്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മുടെ ഈ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഉണ്ട് എന്നേ ഉള്ളൂ. അതിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ മാറ്റി വെച്ച സാധനം, ഈ പ്ലാസ്റ്റിക് സാധനം സോയിലില്, മണ്ണില് ഡീജനറേറ്റ് ചെയ്യാതെ പോലെ അത് തിരിച്ചെപ്പം വേണമെങ്കിലും, അല്ലെങ്കിൽ ആ മണ്ണ് നീങ്ങിക്കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും അത് പുറത്തേക്ക് വരാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സിനെ അതിനെ അഡ്രസ്സ് ചെയ്യാതെ അത് എവിടുന്നാണ് വന്നത്, എന്താണ് അതിന്റെ പ്രശ്നം, എന്തുകൊണ്ട് വരുന്നു എന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ അതിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ സാധനം നമ്മുടെ പോസിറ്റീവ് തോട്ട്സിന്റെ സ്ട്രെങ്തോ അല്ലെങ്കിൽ ഇന്റൻസിറ്റിയോ ജസ്റ്റ് ഒന്ന് കുറഞ്ഞാലേ ഇതുകൊണ്ട് അടിച്ചു വീശാൻ തുടങ്ങും. അപ്പം നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സിനെ എവിടെയോ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. മനസ്സ് എന്ന് പറയുന്നത് വലിയൊരു ഏരിയ ആണ്, ഇതിന് ഓരോ സെക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കരിയിലകൾ ചൂലെടുത്ത് അടിച്ചു വാരുന്ന പോലെ ഈ നെഗറ്റീവ് തോട്ട്സിനെ ഒരു മൂലയിലേക്ക് വെച്ച് നീ അവിടെ നിന്നോ, ഞാൻ വേറെ കുറച്ച് നല്ല സാധനങ്ങൾ ഇവിടെ കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് ഇതിനെ എടുത്ത് ഒഴിവാക്കുക തന്നെ വേണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ നെഗറ്റീവ് തോട്ട്സിനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ ഈ നെഗറ്റീവ് തോട്ട്സിനെ ഓവർകം ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഐ വുഡ് സേ ദാറ്റ് വി ഹാവ് ടു നോ അബൌട്ട് അവർ മൈൻഡ്. നമ്മൾ മനസ്സിനെ കുറിച്ച് പഠിക്കണം. മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഫോക്കസ് ചെയ്തെടുത്ത മൈൻഡിനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുത്താലേ നമുക്ക് ഈ നെഗറ്റീവ് തോട്ട്സിനെയും ഈ മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് നമ്മൾ പൊതുവെ പ്രാക്ടിക്കലി നമ്മളെ വർക്ക്ഷോപ്പിൽ പറയല് മൈൻഡ് റീപ്രോഗ്രാമിംഗ്. ഇവിടെ നമ്മൾ മനസ്സിനെ കുറിച്ച് പറയുന്നു, മനസ്സിന്റെ അവസ്ഥകളെ കുറിച്ച് പറയുന്നു, എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു, ഹൗ വി ക്യാൻ ഫോക്കസ് ടു അവർ ഗുഡ് പാർട്സ്. ഇങ്ങനെ എല്ലാ കാര്യത്തിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പാണ് നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ്. അപ്പം ഇതിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് അവരുടെ മനസ്സിൽ എന്ത് ആൻസൈറ്റി ഉണ്ടെങ്കിലും, എന്ത് ഇൻസെക്യൂരിറ്റി തോട്ട് ഉണ്ടെങ്കിലും, എന്ത് ഫിയേഴ്സ് ഉണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി അത് അവർക്ക് ഓവർകം ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. സോ ഇതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. ഇപ്പൊ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ മൈൻഡിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എക്സ്ക്യൂസ് മീ, ഓക്കെ. അപ്പൊ നമ്മൾ ഇതിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ് മൈൻഡ് എങ്ങനെ പഠിക്കും, മൈൻഡിനെ കുറിച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്.
ഇങ്ങനെ ഓരോ കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ മൈൻഡിലാണ് എല്ലാ സാധനങ്ങളും കൂടി നിൽക്കുന്നത്. മൈൻഡാണ് എല്ലാത്തിന്റെയും കൂറ് എന്ന് പറയുന്നത്. നമുക്കൊരു അസുഖം വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു പനിയോ ജലദോഷമോ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? നമ്മൾ പൊതുവേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ലെ ഡോക്ടറെ കാണിച്ചു കൺസൾട്ടിങ് എടുത്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കും അല്ലെ. പക്ഷെ നമ്മളെ മനസ്സിനാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരണമെങ്കിൽ, ഓ അത് സാരല്ല, അത് കുറച്ച് സമയം കഴിഞ്ഞാൽ മാറിക്കോളും, വല്ലാത്ത വേവലാതി അല്ലാതെ വല്ലാത്ത ആകാംക്ഷ അല്ലെങ്കിൽ ആങ്സൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് നമ്മൾ കുറച്ച് രണ്ടാൾക്കാരോട് സംസാരിച്ചാൽ അത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ഷെയർ ചെയ്താൽ, നമ്മളെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്താൽ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും, അത് അങ്ങനെ ആവട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. ഓക്കെ, ഇപ്പൊ ഇതാണ് നമ്മൾ മനസ്സിന് കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ മനസ്സിനെ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കാണാറ് എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ ശരീരത്തിനെ നോക്കുന്നു അതേപോലെ തന്നെ നമുക്ക് നമ്മളെ മനസ്സിനെ നോക്കാൻ പറ്റില്ല. ഈ ലോകത്ത് രണ്ടേ രണ്ട് സഫറിങ്സേ ഉള്ളൂ. രണ്ട് രീതിയിലാണ് ഒരു മനുഷ്യന് വല്ലാതെ ബുദ്ധിമുട്ടുന്നത്, രണ്ട് രീതിയിലാണ് ഒരു മനുഷ്യന് ഇടങ്ങേറാവുന്നത്. അതിൽ ഒരു രീതി എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള അസുഖം കൊണ്ടുണ്ടാവുന്നതാണ്. മറ്റേത് എന്ന് പറയുന്നത് മാനസികമായിട്ട് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ ശാരീരികമായിട്ടുള്ള അസുഖത്തിന് നമ്മൾ എന്ത് ചെറിയ വേദനകളാണെങ്കിലും അത് നമ്മളെ കൺട്രോളിൽ നിൽക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാൽ മനസ്സിനെ ബാധിക്കുന്ന വിഷമങ്ങളാണെങ്കിൽ അത് നമ്മളെ കൺട്രോളിൽ അല്ലെങ്കിൽ കൂടി നമ്മൾ അത് നെവർ മൈൻഡ് ആക്കി വിടും. നമ്മളത് ഓക്കെ, അത് പ്രശ്നമല്ല, അത് ശരിയായിക്കോളും ഉള്ള രീതിയിലാണ് നമ്മൾ അത് ട്രീറ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ മൈൻഡ് ആൻഡ് ബോഡി രണ്ടും കണക്റ്റഡ് ആണ്. അപ്പൊ കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ മൈൻഡിനെ ബാധിക്കുന്ന അസുഖം ശരീരത്തെ ബാധിക്കും, ശരീരത്തിനെ ബാധിക്കുന്ന അസുഖം മൈൻഡിനെയും ബാധിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മളെ മൈൻഡിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ചെക്ക് ചെയ്യണം, അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം, അത് എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ നോക്കണം. അപ്പൊ നമ്മൾ അതിന്റെ സൊല്യൂഷനിലേക്ക് സീക്ക് ചെയ്ത് പോകണം. അതിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് എന്ത്? അവയർനെസ് എന്നുള്ളത്. അവയർനെസ് എന്നുള്ളത് അതായത് നമ്മളെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പലർക്കും പലർക്കും അറിയുന്നില്ല. എല്ലാരും അറിയുന്നില്ല, അവരിങ്ങനെയും ചിന്തിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചിന്തയുടെ ഒരു മലവെള്ളപ്പാച്ചിലാണ്. അതിന്റെ ഇടയിൽ ഇത് ഏതാ നെഗറ്റീവ് ഏതാ പോസിറ്റീവ് ഒന്നും ആർക്കറിയാം. അത് അവരുടെ ജീവിത ശൈലിയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു അവസരത്തിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാല്, ഇവർക്ക് വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇവർ അതിൽ തന്നെ മുങ്ങി പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പം എന്റെ ഉള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്ത ഏതാണ്? നെഗറ്റീവ് ആണോ? അത് എന്നെ ബാധിക്കുന്നുണ്ടോ? അതെനിക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ? അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം അതിനെക്കുറിച്ച് അവെയർ ആവുക. അവെയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പൊ കഴിഞ്ഞ സെഷനിലൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ആങ്കർ ഇഷ്യൂസിനെ ഡീൽ ചെയ്യാന്ന് പറയുമ്പോൾ, ഇതിൽ ഒരാളെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊരു സ്ഥലത്തേക്ക് മാറി നിന്നിട്ട് അവരുടെ ആ ദേഷ്യം അവർ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഇതുപോലെ വെറിയിങ് ആയിട്ടുള്ള നമ്മളെ വല്ലാതെ ഇൻസെക്യൂർ ഫീലിംഗ് തരുന്ന തോട്ട്സുകളൊക്കെ നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെറി ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സമയം കണ്ടെത്താവുന്നതാണ്. അല്ലാതെ ഇങ്ങനെ സമയം കണ്ടെത്തുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഈ സദാസമയം ഇതിനെക്കുറിച്ച് ആകുലപ്പെടാതെ അല്ലെ സദാസമയം ഇതിനെ കുറിച്ചിട്ട് ചിന്ത ഇതിൽ മാത്രം ഒതുക്കാതെ നമ്മൾ ആ ഒരു സമയത്തേക്ക് വേണ്ടി മാത്രം നമ്മൾ മാറ്റി വെക്കും. ആ ഒരു സമയം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇതിൽ ചിന്തിക്കുകയും ചെയ്യാം. ഞാൻ എന്തുകൊണ്ട് ആകുലതപ്പെടുന്നു, ഞാൻ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നു, എന്തുകൊണ്ട് ഈ ആലോചന എനിക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നു, എന്തുകൊണ്ട് ഇതെന്നെ പേടിപ്പെടുത്തുന്നു എന്ന് നമുക്ക് ആലോചിച്ച് നമുക്ക് അതിന്റെ റൂട്ട് കോസിലേക്ക് ചെന്നെത്താം എന്നുള്ളതാണ്. ഇങ്ങനെ റൂട്ട് കോസിലേക്ക് ചെന്നെത്തുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് വേരോടെ എടുത്ത് ആ ഒരു മരത്തിനെ വേരോടെ എടുത്തിട്ട് നമുക്ക് പിഴുതെറിയാം എന്നുള്ളതാണ്. ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ ആ ഒരു കാരണം കൊണ്ടുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മളിലേക്ക് വരില്ല. ഒരാൾ പറയാണ്, ഒരാളെ വീട്ടുമുറ്റത്ത് ഒരു തെങ്ങുണ്ട്. ഓക്കെ, ആ തെങ്ങിൽ നിന്നും എപ്പോ വേണമെങ്കിലും തേങ്ങ വരാം. വീട്ടിലാണെങ്കിൽ കുട്ടികളുണ്ട്. അപ്പൊ കുട്ടികൾ മുറ്റത്തിറങ്ങുന്നത് കൊണ്ട് കുട്ടികളുടെ തലയിലേക്കോ അടുത്തേക്കോ തേങ്ങ വന്നത് വളരെ അൺസേഫ് ആണ്, സേഫ് ആയിട്ടുള്ള കാര്യമേ അല്ല. ഈ ഒരു അവസരത്തിൽ അയാൾ എന്തായിരിക്കും ചെയ്യുക? ആ തെങ്ങിൻ ആ തേങ്ങകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പിന്നെന്താവും, തേങ്ങ വലി നടത്തിയിട്ട് അത് മാറ്റും അല്ലെ.
അപ്പം ഇതാണോ അതിന്റെ ഒരു ശാശ്വത പരിഹാരം? നിങ്ങൾ പറയും ഇല്ല. കാരണം നമ്മൾ എപ്പോഴും തെങ്ങിന്റെ മണ്ടയിലേക്ക് നോക്കിയിട്ട് തേങ്ങ ആയോ, തേങ്ങ ഫുള്ള് വിളഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കില്ലല്ലോ. പകരം എന്താ ചെയ്യാ, നമ്മൾ ആ ഒരു സമയമാകുമ്പോൾ തേങ്ങ ഫുള്ള് റെഡി ആയി വരാൻ അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യാ, തേങ്ങ വലിക്കുക എന്ന് പറയും. അപ്പം ഇത് എപ്പോഴും നോക്കി നിൽക്കാത്തത് കൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ശാശ്വത പരിഹാരം എന്നത് ആ തെങ്ങ് അവിടെ നിന്ന് മുറിച്ചു മാറ്റുക എന്നത്. അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി ആ വീട്ടുകാർക്കോ ആ വീട്ടിലുള്ള കുട്ടികൾക്കോ ഒന്നും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു പ്രശ്നത്തെ മുഴുവനായിട്ട് എടുത്ത് പിടിച്ചെറിഞ്ഞ് കഴിഞ്ഞു. ഇതേപോലെയാണ് നമ്മളെ മനസ്സിലെ ഓരോ അവസ്ഥകളും എന്ന് തന്നെ. നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്താണോ, അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി മാറിയത് കൊണ്ടാവാം എപ്പോഴും അത് ആ വിശ്വാസത്തിൽ നിന്നും നമ്മളിലേക്ക് ഇങ്ങനെ കുറെ നെഗറ്റീവ് തോട്ട്സ് കടന്നു വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ വിശ്വാസത്തിനെ പൂർണ്ണമായി എടുത്തു മാറ്റുമ്പോഴാണ് നമുക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്നും ഒഴിവാക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂൾസിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ നമുക്കത് നടത്തിയെടുക്കാൻ പറ്റും. നമ്മൾ വല്ലാതെ ഫോക്കസ് ചെയ്ത് എനിക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് ആണ് കൂടെ, എന്റെ ഉള്ളിലെ പേടിയാണ് എനിക്ക് മാറ്റേണ്ടത് എന്ന് ഓരോന്നോരോന്നായിട്ട് ഫോക്കസ് ചെയ്യാതെ ഈ ടൂൾസിലൂടെ മൊത്തമായിട്ട് അങ്ങോട്ട് കടന്നു പോകുമ്പോൾ നമ്മളിൽ എന്താണോ വേണ്ടാത്തത്, നമ്മളിൽ എന്താണോ ഒഴിവാക്കേണ്ടത്, അതെല്ലാം നമ്മളിൽ നിന്നും നാച്ചുറലി സ്പോണ്ടേനിയസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഒഴിവായി പോകും എന്നുള്ളതാണ്. ഇനി ഈ വിശ്വാസത്തിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ വെച്ചാല്, നമ്മളിൽ കയറിപ്പോയ പല വിശ്വാസങ്ങളുണ്ട്. ഇപ്പൊ 0 to 7 years എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ചൈൽഡ് മറ്റിൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഏറ്റവും ഓൺ ആയിട്ട് നിൽക്കുന്ന സമയം. ആ ഒരു സമയത്ത് ആൾക്കാർ നമ്മളിലേക്ക് എന്ത് പറഞ്ഞു വരുന്നു, എന്തിട്ട് തരുന്നു, അതെല്ലാം എന്ത് ചെയ്യും, നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മാറും. അപ്പം ആ ഒരു കുട്ടിക്കാലത്ത് ആ ഒരു ചൈൽഡ് സമയത്ത് ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല, ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. അപ്പൊ നമ്മളെ കൺട്രോളിലല്ലാത്ത പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് വലുതാവുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് അഡൽട്ട് ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് അവെയർ ആയി കഴിഞ്ഞാൽ വാട്ട് വി ക്യാൻ ഡു ഇസ് ദാറ്റ്, ഈ ഒരു ചൈൽഡ്ഹുഡിലേക്ക് പോയിട്ട് നമ്മളെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്തിട്ട് നമ്മൾ വേണ്ടാത്ത വിശ്വാസങ്ങളെല്ലാം നമ്മളിൽ നിന്നും എടുത്തു മാറ്റുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡ് റെഡി ആവും എന്നുള്ളതാണ്. ഇതുവഴി നമുക്ക് നമ്മുടെ ലൈഫിനെ തന്നെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു നെഗറ്റീവ് തോട്ട് പോസിറ്റീവ് തോട്ട് കൊണ്ട് അടിച്ചേൽപ്പിക്കാതെ, അതായത് ഒരു പോസിറ്റീവ് തോട്ട് കൊണ്ട് നമ്മൾ ടോക്സിക് പോസിറ്റീവ് തിങ്കിങ്ങിനെ കൊണ്ട് നമ്മൾ അടിച്ചേൽപ്പിക്കാതെ, പകരം എവിടെ നിന്ന് ആ ഇഷ്യൂ വരുന്നു, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് അതിന്റെ റൂട്ട് കോസിലേക്ക് പോയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫ് വല്ലാതെ നമുക്ക് നല്ല രീതിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് എടുക്കാം എന്നുള്ളതാണ്. സോ ഇതിനെ വൈൻഡ് അപ്പ് ചെയ്യാനായി ഒരു ലാസ്റ്റ് കാര്യം ഞാൻ പറയാണ്. നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും വലിയ രണ്ട് ടൂൾസ് ആണ്. ഈ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു സോളും ഉണ്ട്. അപ്പൊ ഈ സോളിന് പ്രവർത്തിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ് ബോഡിയും മൈൻഡും. അപ്പൊ ഈ ബോഡിയും മൈൻഡും നമ്മളെ സെർവ് ചെയ്യാനാണ് ഉള്ളത്. നമ്മളെ സേവിക്കാനാണ് നമുക്കൊരു ശരീരവും ആ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു മനസ്സും തന്നത്. അപ്പം ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ മൈൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നടക്കുന്നതെങ്കിൽ, then what is the യൂസ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി? അപ്പൊ നമ്മളൊരു കാറിൽ കയറിയിരുന്നു, നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം. പക്ഷെ നമ്മൾ ആ കാറ് കൊണ്ടുപോകുന്നത് ചെന്നൈയിലേക്കാണെങ്കിൽ ആ യാത്ര കൊണ്ട് നമുക്ക് എന്ത് ഉദ്ദേശമാണ് ഉണ്ടാകുന്നത്? നമ്മുടെ യാത്ര ഫ്രൂട്ട്ഫുൾ ആവുകയല്ല, അതൊരു ഫ്യൂട്ടൈൽ യാത്ര ആയിട്ട് മാറുകയില്ല. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പർപ്പസ് ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളെ സേവിക്കാന് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ശരീരവും മനസ്സും രണ്ടും കൂടെ അലൈൻ ചെയ്തിട്ട് നമുക്ക് നടത്തി തരുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. സോ ഇത് നമ്മൾ എപ്പോഴും മൈൻഡിൽ വെക്കണം. അതിനാണ് ഇങ്ങനെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും പറയല് മൈൻഡിനെ കുറിച്ച് പഠിക്കണം എന്നിട്ട്. And when we study about the mind, we can focus our life to the point where we want. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ നിർത്തുന്നു. Hope you all will give feedback. Thank you.